അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ശ്രീഭദ്രേ നാരായണ, ചെട്ടികുളങ്ങര അമ്മേ നാരായണ. ഇന്ന് ലോകപ്രശസ്തിയാർജിച്ച ചെട്ടികുളങ്ങര ഭഗവതിയുടെ കഥ പറയാം. ചെട്ടികുളങ്ങര ക്ഷേത്രം ഉണ്ടായത് തന്നെ, അതിൻ്റെ ഉത്ഭവത്തിന് കാരണം കൊയ്പ്പള്ളിക്കാരായ്മ ക്ഷേത്രമാണ്. അതായത് എൻ്റെ ഗ്രാമദേവതയായ കൊയ്പ്പള്ളിക്കാരായ്മ അമ്മ. കൊയ്പ്പള്ളിക്കാരമ്മ ക്ഷേത്രത്തിലായിരുന്നു പണ്ട് ഉള്ള കാലത്ത് ചെട്ടികുളങ്ങരയിൽ നിന്നും ആളുകളൊക്കെ തൊഴാൻ വന്നിരുന്നത്. അന്ന് ചെട്ടികുളങ്ങര എന്ന സ്ഥലത്ത് ക്ഷേത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇല്ലാതിരുന്ന ആ സമയത്ത് ഞങ്ങളുടെ ക്ഷേത്രത്തിലാണ് ആൾക്കാരൊക്കെ വന്ന് തൊഴാൻ വരുമായിരുന്നു. അങ്ങനെ 4 പ്രമാണിമാർ സ്ഥിരമായി നിർമ്മാല്യം തൊഴാൻ വന്നിരുന്നു ചെട്ടികുളങ്ങരയിൽ നിന്നും. അപ്പം ഞങ്ങളുടെ സ്ഥലത്തുള്ള പ്രമാണിമാരും എല്ലാ ജനങ്ങളും അവിടെ നിന്ന് വന്ന ഓരോ ആൾക്കാരും എല്ലാം ഒന്ന് തൊഴുത് കഴിയുമ്പോൾ പ്രസാദം കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. ക്ഷേത്രതന്ത്രി അല്ലെങ്കിൽ ക്ഷേത്ര മേൽശാന്തി വാഴയിലയിലാണ് അന്ന് കൊയ്പ്പള്ളിക്കാരന്മ സ്ഥലത്തുള്ള ആൾക്കാർക്കൊക്കെ പ്രസാദം കൊടുത്തിരുന്നത്. പക്ഷേ ചെട്ടികുളങ്ങരയിൽ നിന്നും വന്ന ഈ പ്രമാണികൾക്ക് കയ്യിൽ പ്രസാദം കൊടുത്തു. വെറും കയ്യിൽ തീർത്ഥവും പ്രസാദം കൊടുത്തു. അതവർക്ക് അങ്ങേയറ്റം ഒരു നാണക്കേടായി, ആക്ഷേപമായി, അതായത് സങ്കടമായി. അവരൊന്നിച്ച് ചിന്തിച്ചു, നമ്മുടെ സ്ഥലത്തൊരു ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഈ അനുഭവം ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവർ നേരെ കൊടുങ്ങല്ലൂരമ്മയുടെ സന്നിധിയിൽ പോയി തപസ്സിരുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് ഒരു ക്ഷേത്രം വേണം, ഒരു ഭഗവതി വേണമെന്ന ചിന്തയിൽ തന്നെ അവർ അവിടെ പോയി തപസ്സിരുന്നതിൻ്റെ ഫലമായി അവർക്ക് സ്വപ്ന ദർശനം ഉണ്ടായി. കൊടുങ്ങല്ലൂരമ്മയുടെ സ്വപ്ന ദർശനം അവർക്കുണ്ടായി. അമ്മ പറഞ്ഞു, നിങ്ങൾ പൊക്കുള്ളൂ, നിങ്ങളുടെ കൂടെ തന്നെ ഞാനും വരുന്നുണ്ട്, നിങ്ങളുടെ സ്ഥലത്ത് ഞാനും വരാം എന്ന് പറയാം. അങ്ങനെ അവർ അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം പല പല അത്ഭുതങ്ങളും അവിടെ ആ സ്ഥലത്തുണ്ടായി. അർദ്ധരാത്രി സമയത്ത് അതിസുന്ദരിയായ ഒരു യുവതി കടത്ത് വള്ളക്കാരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് കടത്ത് ഇറങ്ങണം, അപ്പുറം അക്കരയ്ക്ക് പോകണം. വള്ളക്കാരൻ ചോദിച്ചു, ഈ അർദ്ധരാത്രി സമയത്ത്, ഈ അസമയത്ത് കുട്ടിയെ എങ്ങോട്ടാണ്? ഭയമില്ലേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ? പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ലേശം പോലും ഭയമില്ല, എനിക്ക് അപ്പുറത്ത് വരെ പോയാൽ മതി, കുഴപ്പമില്ല, ഞാൻ തന്നെ പൊക്കോളാം, എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അക്കരയ്ക്ക് കടത്തി വിടുകയും ചെയ്തു. അങ്ങനെ കടത്തുകാരൻ നോക്കി നിൽക്കെ ആ പെൺകുട്ടി പോകെ അപ്രത്യക്ഷമായി. അതും കഴിഞ്ഞ് ഏതാനും കുറച്ച് ദിവസം കഴിഞ്ഞാണ് അവിടെ ഒരു തറവാട്ടിലെ പുര മേയുകയായിരുന്നു. അന്നൊക്കെ പുരാതന കാലത്ത് ഓല മേഞ്ഞ തെങ്ങോല, ആ ഓല മെടിഞ്ഞായിരുന്നു പുര മേഞ്ഞിരുന്നത്. വർഷം തോറും പുര മേയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഓരോ വർഷം കഴിയുന്തോറും ഈ ഓല ഉണങ്ങി, മഴ നനഞ്ഞും അല്ലെങ്കിൽ വെയിൽ കൊണ്ടുമൊക്കെ ഉണങ്ങി പൊടിയുമായിരുന്നു. അങ്ങനെ പുരയ്ക്കകത്ത് വെള്ളം കയറും, ചോരും. അങ്ങനെ വർഷാവർഷം പുതിയ ഓല മെടഞ്ഞ് മേയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പുര മേയുന്ന ഒരു സമയത്ത് ഉച്ചയ്ക്ക് ഈ ജോലിക്കാർക്ക് മുതിരയും കഞ്ഞിയും വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു പെൺകുട്ടി ആ നിറയിൽ വന്നിരുന്ന് കഞ്ഞി കുടിച്ചിട്ട് ആ വാഴയിൽ, അന്ന് കഞ്ഞി വിളമ്പിയിരുന്നത് ഓലക്കാല വട്ടം തട്ടം ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് വാഴയിലിട്ട് ആണ് ചൂട് കഞ്ഞി വിളമ്പുമ്പോൾ അത് താഴ്ന്ന് കുഴി പോലെയാകും. എന്നിട്ട് അതിനകത്ത് മുതിരയും ഒഴിച്ചാണെല്ലാം പ്ലാവില കൊണ്ട് കഞ്ഞി കോരി കുടിക്കുമായിരുന്നു. അങ്ങനെ കഞ്ഞി കോരി കുടിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി ആ ഇലയും എടുത്ത് വടക്ക് വശത്തുള്ള കുളത്തിലാണ് നിക്ഷേപിക്കുന്നത് ഈ എച്ചിലില. അങ്ങനെ നിക്ഷേപിച്ചിട്ട് പോകെ അവിടുത്തെ അന്തർജനം നോക്കി നിൽക്കെ ആ പെൺകുട്ടി അവിടെയും അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അങ്ങനെ പല പല അനുഭവങ്ങൾക്ക് ശേഷം ഇവർ
ആ നാട്ടുകാരെല്ലാവരും കൂടി ദൈവപ്രശ്നം വെച്ചു. ദൈവപ്രശ്നം വെച്ചപ്പോഴാണ് അറിയുന്നത് ആ പെൺകുട്ടി ഭഗവതിയായിരുന്നു അന്ന്. അങ്ങനെ അമ്മ അവിടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അമ്മ വന്നിരുന്ന സ്ഥാനം മൂലേശ്ശേരി ആണ് അറിയപ്പെടുന്നത്. ഇവിടെ മൂലസ്ഥാനം, അവിടെ അമ്മയെ പ്രതിഷ്ഠിച്ച് ബാലാലയ പ്രതിഷ്ഠ പോലെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ചെട്ടുകുളങ്ങര സ്ഥലത്ത് സ്ഥാനം കണ്ടു, ക്ഷേത്രത്തിനുള്ള സ്ഥാനം കണ്ട് വിഗ്രഹം പ്രതിഷ്ഠിച്ചു, ക്ഷേത്രം പണിതുയർത്തി. അത് അകത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഭഗവതി ചെട്ടുകുളങ്ങര അമ്മ അവിടെ കുടികൊണ്ടു. ഇന്ന് അമ്മ ലോകപ്രശസ്തി ആർജിച്ച ഭഗവതിയാണ്. അവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ് കുത്തിയോട്ടം. ആ കുത്തിയോട്ടത്തിന് നിരവധി കഥകളുണ്ട്, നിരവധി ഐതിഹ്യങ്ങളും. അതിന് പുറകെ നമുക്ക് ആ കഥകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം.